ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇതിലെ മിക്ക ഹാബിറ്റ്സും വളരെ കുറച്ച് സമയം, ഒരു മിനിറ്റ് വരെ എടുക്കുന്ന ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അത് നമ്മുടെ ഹാബിറ്റാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മച്ച് ബെറ്റർ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഹാബിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്പർ 1 ഹാബിറ്റ് എന്ന് പറയുന്നത് ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളത്. രാവിലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിടുക. നല്ല രീതിയിൽ അത് നീറ്റ് ആകുമ്പോൾ തന്നെ ആ റൂം ബാക്കിയെല്ലാം മെസ്സാണെങ്കിൽ കൂടിയും റൂം ഒന്ന് വൃത്തിയായി വരും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിൽ ചെയ്തെടുക്കാവുന്നൊരു ഹാബിറ്റാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കിടക്കുന്ന മുറിയും അതുപോലെ ബാക്കി റൂംസും പെട്ടെന്ന് തന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ കുറച്ചുകൂടി ഒരു ക്ലീൻ ആൻഡ് ടൈഡി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പാത്രങ്ങളെല്ലാം മാക്സിമം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. പല തിരക്കുകളും ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എങ്കിൽ കൂടിയും മാക്സിമം പോസിബിൾ നമ്മൾ കഴിച്ച പാത്രങ്ങൾ അപ്പോൾ കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ സിങ്കും എപ്പോഴും നീറ്റാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഹൗസ് ഹെൽപ്പാണ് നമ്മുടെ പാത്രങ്ങൾ കഴുകുന്നത്, അങ്ങനെയുണ്ടെങ്കിൽ വന്നിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ കൂടിയും നമ്മളത് സിങ്കിൽ കൂട്ടിയിടാതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് നമ്മൾ വേറൊരു ടബിനകത്ത് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് കിച്ചൺ നീറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം. നമ്മുടെ വീട്ടിലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസസ് എല്ലാം തന്നെ ക്ലീൻ ചെയ്യുക. അതായത് ഇപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ, അതിൻ്റെ സൈഡിലുള്ള കൗണ്ടേഴ്സ്, വീട്ടിലുള്ള ബെഡുകൾ, സ്റ്റഡി ടേബിൾ, അങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് സർഫസസുകൾ ഉണ്ടാവുമല്ലോ. അതിൽ നമ്മൾ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അതത് പ്ലേസിൽ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ തന്നെ ഒത്തിരി ടൈഡി ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഫ്ലാറ്റ് സർഫസസിൽ നിറയെ ഐറ്റംസ് ഇരുന്നാൽ വീട് മൊത്തം ഒരു ക്ലട്ടേർഡ് ലുക്കാണ് ഉണ്ടാവുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ക്ലീനിങ് സൊല്യൂഷൻ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ സ്പ്രേ ബോട്ടിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിനീഗർ അതല്ലെങ്കിൽ കിച്ചൺ ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വൈപ്പ് ഡൗൺ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ എല്ലാ ഐറ്റംസിനും ഒരു ഹോം ഉണ്ടാവാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. കുറച്ച് ഡിഫിക്കൽട്ടാണ് അതൊരു ഹാബിറ്റായി മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ വൺസ് അതൊരു ഹോം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനങ്ങൾ തിരിച്ചെടുത്ത് വെക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് താമസിക്കാൻ ഒരു വീടുള്ള പോലെ നമ്മുടെ വീട്ടിലെ ഐറ്റംസിന് താമസിക്കാനും ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഉണ്ടാക്കി കൊടുത്താൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തിരക്കിലൊക്കെ നമുക്ക് അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാലും പിന്നീട് നമ്മളത് എവിടെ വെക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല. തിരിച്ച് ആ ഒരു പ്ലേസിലോട്ട് തന്നെ എടുത്തു വെക്കാൻ പറ്റും. അപ്പം നമ്മുടെ വാർഡ്രോബിലായാലും ഡ്രസ്സുകൾ വെക്കുന്നത്, പേഴ്സ് വെക്കുന്നത്, ജ്വല്ലറി വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു പെന്നിനും പേപ്പറും ഏത് ഐറ്റം ആണെങ്കിലും അതിനൊരു പ്ലേസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആവാനും അതുപോലെ വീട് ക്ലട്ടർ ഫ്രീ ആവാനും ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് പോകുമ്പോൾ കഴിയുന്നതും നമ്മൾ കയ്യിലൊന്നും ഇല്ലാതെ പോവാതെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ഐറ്റം ആ റൂമിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കിച്ചണിലോട്ട് പോകുമ്പോൾ നമ്മൾ കുടിച്ച ബോട്ടിലാവാം, തിരിച്ചത് കഴുകാനുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ പാത്രങ്ങളെടുത്ത് കൊണ്ടുപോവുക. അങ്ങനെ എപ്പോഴും നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. ഒരു റൂമിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് എന്താണ് മാറ്റാനുള്ളത്, ഈ റൂമിൽ എന്താണ് ക്ലീൻ ആക്കാനുള്ളത്, അങ്ങനെ ഒരു അലേർട്ട് മൈൻഡോട് കൂടി നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലീനിങ് നടക്കും. അപ്പോൾ അതെപ്പോഴും നമ്മളൊരു റൂമിൽ നിന്ന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആ റൂമിൽ നിന്ന് വേറൊരു റൂമിൽ എത്തിക്കാനുണ്ടോ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ സാധനങ്ങളും അതത് പ്ലേസിലോട്ട് തിരിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഷൂ മാറ്റിയിട്ട് ഷൂ റാക്കിൽ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കീസ് ഉണ്ടെങ്കിൽ കീ ഹോൾഡറിലോട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്ത പേഴ്സും നമ്മുടെ വാർഡ്രോബിൽ എവിടെയാണ് വെക്കുന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക. എന്തായാലും നമ്മൾ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുവാണെങ്കിൽ അത് അവിടെ തീർന്നല്ലോ, വീട് അപ്പം തന്നെ ക്ലീൻ ആക്കി ഇരിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോകാനും ചാൻസ് ഉണ്ട്.
എന്നും നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇത് രണ്ടും തരംതിരിച്ചാണ് നമ്മൾ ഇടേണ്ടത്. ഇത് നമ്മൾ ഡെയിലി നമ്മുടെ കിച്ചണിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ കുറേ ഇൻസെക്ട്സ് ഒക്കെ വരുന്നതും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് മാക്സിമം ട്രൈ ചെയ്യുക. ഓരോരുത്തരുടെ എന്താ പറയുക, നമ്മുടെ കിച്ചൺ വേസ്റ്റ് പ്രോസസ്സിങ് ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മളിത് മാക്സിമം ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഫ്രിഡ്ജ് ഒന്ന് ക്ലിയർ ചെയ്യുക. ഡെയിലി ബേസിസിൽ ഫ്രിഡ്ജ് നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അന്നന്ന് ഉണ്ടാക്കുന്നത് അന്നന്ന് തന്നെ നമ്മൾ കഴിച്ചു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതല്ല, അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത് അടുത്ത ദിവസത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഉപയോഗിക്കാൻ പറ്റാത്തത് മാറ്റാനും നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ മറന്നു പോവില്ല. അതുപോലെ എക്സ്പയർഡ് ഐറ്റംസ് എടുത്ത് മാറ്റുക. പിന്നെ നമുക്ക് മീൽ പ്രിപ്പ് ചെയ്യുമ്പോഴും ഇത് ഉപകാരപ്പെടും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വെച്ചതും എല്ലാം ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാധനങ്ങൾ ഇരുന്ന് പഴകി പോകത്തുമില്ല. ഫ്രിഡ്ജ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ക്ലീൻ ആസ് യു ഗോ, അതായത് നമുക്ക് കഴിയുന്നതും ഇതൊരു കിച്ചണിലൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യുക. അതായത് നമ്മൾ കിച്ചണിലെ ജോലികൾ തീരുന്നതോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൽസൊക്കെ തിരിച്ചെടുത്ത് വെക്കുക. ഉപ്പ് ബോട്ടിൽസ്, അതുപോലെ മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ലോണ്ട്രി ചെയ്ത് തുണി ഉണങ്ങി കഴിഞ്ഞാൽ മടക്കിയിട്ട് വാർഡ്രോബിലോട്ട് തിരിച്ച് അപ്പം തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിൽ തന്നെ നമ്മളിത് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണികൾ തീരുന്നതായിട്ടും വീട് ഒതുങ്ങിയിരിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ വീട്ടിലും ഒരു ജങ്ക് ഡ്രോയർ ഉണ്ടാവും അല്ലേ. നമുക്ക് പെട്ടെന്ന് എവിടെയാണ് എടുത്ത് വെക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഒരു ഡ്രോയർ നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഇതിൽ പെട്ടെന്ന് അത്യാവശ്യം ഉള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഡ്രോയറിലാണ് എടുത്ത് വെക്കുന്നത്. പല വാറണ്ടി കാർഡ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഡെയിലി നമ്മൾ അതിൽ കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ബില്ലുകൾ അങ്ങനെയുള്ള ഐറ്റംസ് മാറ്റി ആവശ്യമുള്ളത് അതത് പ്ലേസിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പം നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം ആക്കിയിട്ടില്ല. അപ്പം ഞാനിപ്പം ഈ വാർഡ്രോബിനകത്ത് ആണ് ആക്കുന്നത്. അതുപോലെ ഇപ്പോൾ പേപ്പേഴ്സിൻ്റെ കാര്യം തന്നെയല്ല, അല്ലാതെയും നമുക്ക് വേറെയും ജങ്ക് ഡ്രോയേഴ്സ് ഉണ്ടാവും. അത് ഡെയിലി ബേസിസിലൊന്ന് ഗോ ത്രൂ ചെയ്തിട്ട് അതിലാവശ്യമില്ലാത്തത് അപ്പോൾ റിമൂവ് ചെയ്താൽ അതും നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ക്ലട്ടേഴ്സ് ഇങ്ങനെ കുന്നുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് ടിപ്സ്. നമ്മുടെ വീട് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന, കുറച്ച് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന കുറച്ച് 1 മിനിറ്റ് ഹാബിറ്റ്സ്. 1 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചിലത് നമുക്ക് 1 മിനിറ്റിൽ താഴെ ചെയ്യാം, ചിലത് കുറച്ചുകൂടി ടൈം എടുക്കും. എങ്കിലും ജനറലി കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്നാൽ നമ്മൾ നീട്ടി വയ്ക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഹാബിറ്റ്സാണ്. നമ്മളത് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീട് കൂടുതൽ ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ പലതും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പം വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ആവട്ടെ ഈ വീഡിയോ. ഇനി ഏതെങ്കിലുമൊക്കെ ചെയ്യാണ്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ ഹാബിറ്റ്സിലോട്ട് ഇൻക്ലൂഡ് ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ കോമെൻറ്റ്സും പിന്നെ അതുപോലെ ഇഷ്ടമായാൽ ലൈക്കും എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം മേക്കിംഗ് റിലേറ്റഡ് വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള വീഡിയോസ് എല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.